Welcome back to an exciting episode of Highway Logs. ¡Dale, mariachi! Tara. നോക്കാണോ? അത് അവനവിടെ വെളിയിൽ കിടക്കാൻ പറഞ്ഞു. വേറെ ട്രക്കുകാർ വരുന്നത് ഞാനപ്പോ പുറകിലും ഇങ്ങോട്ട് കയറ്റി പേപ്പർ കൊടുത്ത ഫോൺ നമ്പറൊക്കെ എഴുതി മേടിച്ചവിടെ വെച്ചു. അതിന്റെ പുറകിലെങ്ങാണ്ട് ഒരു ഡോക്ടർ. നമ്മുടെ ദേവസ്യാജൻ രാവിലെ ലോഡ് അടക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടില്ല. എന്നാ പരിപാടിന്ന് അറിയത്തില്ല, വരുമ്പോ ചോദിക്കാം. അവിടെ നടക്കില്ല. അവന്മാര് അവിടെ ഡോക്കിൽ 3 വണ്ടി കിടപ്പുണ്ട്. വേറെ പ്രൊഡക്ട്സിന്റെ സംഭവം. അവനവിടെ മറ്റൊരു ഫ്രണ്ടിലോട്ട് പറഞ്ഞു പോയത്. ഇത് ഇറങ്ങി വരാനും ഇതേ വഴിയുള്ളോ? ഇതേ വന്നിട്ട് അതിലെ ഇറങ്ങിപ്പോയി. അതിലെ വേറെ ഇറങ്ങി പോകാൻ വഴിയുണ്ട്. ഞാൻ വേറെ അവനോട് പാർക്കിംഗ് വല്ലതും പോകണം. ഏതാണ്ട് വലിയ ഫാക്ടറി സെറ്റപ്പ് ആണല്ലോ. മറ്റേ പെയിന്റ് കടക്കാരല്ലേ? അപ്പൊ പാർക്കിംഗ് ഉണ്ടെന്നാണോ പറഞ്ഞത്? പാർക്കിംഗ് ഇല്ല, അവിടെ വഴിയുണ്ടോ പറഞ്ഞു. നമ്മുടെ വണ്ടി കഷ്ടിച്ച് പോകുന്നുള്ള ഒരു വഴി കൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളോട് മാറ്റിയിട്ടോ ആവുമ്പോ വിളിച്ചേക്കാന്ന് പറഞ്ഞാണ്. ബ്ലൈൻഡ് ഒക്കെ ആണ്. എന്തും മര്യാദ ഇല്ലാത്തവന്മാരാ ദിവസത്തെ എവിടെ കൊണ്ടുവിടാനാ അവന്മാര് പറഞ്ഞു. അപ്പൊ നമ്മുടെ ദേവശാസൻ ചെക്ക് ഇൻ ചെയ്തു. ആകെ കൂടി 3 ട്രക്കുകൾ ഇടാനേ അവിടെ സ്ഥലമുള്ളൂ. അവിടെ 3ലും ട്രക്ക് കിടക്കുക. അതുകൂടാതെ പുറകെ വേറെ ട്രക്കുകളും ഉണ്ട്. അപ്പം അതുകൊണ്ട് അതിനൊന്നും അവിടെ പാർക്ക് ചെയ്തിടാനുമുള്ള സ്ഥലമില്ല. അപ്പം അതുകൊണ്ട് അവർ പറഞ്ഞു എങ്ങോട്ടേലും പൊക്കോ, ഞങ്ങൾ ഫ്രീ ആകുമ്പോൾ വിളിച്ചേക്കാം, ഫോൺ വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മളെ ഇറക്കി വിട്ടു അല്ലേ? അതെ അതെ. പക്ഷേ എവിടെയെങ്കിലും പോയി കിടന്നെന്ന് പറഞ്ഞപ്പോൾ അവിടെ കിടക്കാണ്. ഇവിടെ സാന്റിയാഗോയിൽ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഇവിടെയൊക്കെ വലിയ സ്ട്രീറ്റ് ആട്ടോ. പക്ഷേ റോഡ് സൈഡ് നമുക്ക് ഇത്രയും വലിയ ട്രക്ക് ഇടണ്ടേ, അതിനുള്ള ഒരു സ്ഥലമില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് എവിടെയെങ്കിലും ഒന്ന് കുറച്ച് നേരത്തേക്ക് കിടക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് നടക്കുക. മെക്സിക്കോയിൽ കയറുമോ? ഇല്ല. എന്നാ നമ്മുടെ ദേവസ്യാജൻ അവിടെ കിടക്കുന്ന ഒരു കാറിന്റെ പുറകെ സ്ഥലം ഉണ്ടെന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. വേറെ ആരും അവിടെ കൊണ്ട് ഇടുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് കൊണ്ട് ഇടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എടുക്കാനുള്ള മെസ്സേജിന്റെ അകത്ത് I-8 ഹൈവേ ക്ലോസ്ഡ് എന്നുണ്ടല്ലോ. ഭയങ്കര കാറ്റായിരുന്നോ? നമ്മുടെ ഇങ്ങോട്ടല്ലേ, ഇവിടെ കാറ്റായിരുന്നു. ഇവിടെ നമ്മൾ മറ്റേ കയറ്റം കയറിയല്ലേ കാലിഫോർണിയ, നമ്മുടെ വലിയ ആ മുണ്ടക്കല്ലുകളൊക്കെ ഇരിക്കുന്നതിന്റെ കയറ്റം തുടങ്ങുന്നതിന് താഴെ തൊട്ടാ ഇത് ക്ലോസ് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ടൗണൊന്നും പറയത്തില്ല, ഇങ്ങനെ ചെറിയ കുറെ വീടുകളിരിക്കും. പിന്നെ കുറെ അങ്ങ് പോയിട്ട് ഇങ്ങനെ സൈഡില് ഒരു കണക്കിന് അവിടെ എല്ലാം നിറഞ്ഞ് ട്രക്ക് കിടക്കുമായിരുന്നു. ഞാൻ പിന്നെ ആ സ്ട്രീറ്റിൽ കൂടെ ചുമ്മാ ഇതിനെ ഫോണിൽ നോക്കിയപ്പം അങ്ങ് വരെ പോയാലും ഒന്ന് തിരിച്ചോണ്ട് വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ പിന്നെ അവിടം വരെ അങ്ങ് പോയി. അപ്പൊ പകുതിയായപ്പോ തന്നെ ഇങ്ങനെ റോട്ടിൽ നിന്ന് വട്ടം തിരിച്ച് ഇങ്ങനെ സൈഡിലിട്ട് അതിങ്ങനെ മണൽ പോലെ ഇങ്ങനെ കൂടുതൽ കിടക്കും. അത് ഭയങ്കര ഡേഞ്ചറസ് ഏരിയ. പണ്ട് ആ കയറ്റം നമ്മൾ കയറി പോരുമ്പോഴത്തേക്കും നമ്മുടെ തൊട്ട് മുമ്പിൽ 2 ട്രക്കുകൾ നമ്മളെ ഓവർടേക്ക് ചെയ്ത്, അവര് ലൈറ്റ് വെയിറ്റ് ആയിരുന്നു, നമ്മൾ വെയിറ്റ് ഉള്ളതുകൊണ്ട് പയ്യെ കയറിക്കൊണ്ടിരുന്നത്. നമ്മളെ ഓവർടേക്ക് ചെയ്ത് 2 ട്രക്കുകൾ പുളിയെന്ന് പറഞ്ഞ് കയറിപ്പോയി. രണ്ടും നമ്മുടെ തൊട്ട് മുമ്പിൽ കാറ്റടിച്ച് മറിഞ്ഞ് തെറിച്ചൊരു ഏകദേശം ഒരു 500 മീറ്ററോളം അങ്ങനെ തെന്നി ഉരുണ്ടുപോയി. ഇങ്ങനെ തീപ്പിരിയൊക്കെ തെറിപ്പിച്ചോണ്ട്. ഇത് പിന്നെ എനിക്കൊന്ന് നമ്മൾ വന്നപ്പോ തന്നെ ഏകദേശം ഇതിന്റെ അവസാന ഇതിലായിരുന്നു. അന്ന് എന്റെ കൈയും കാലും പറിച്ചു. കാരണം നമ്മുടെ സൈഡിൽ കൂടെ കേറി അങ്ങ് പോയി വണ്ടി അങ്ങ് നേരെ ചുമ്മാ ഏതാണ്ട് ഈ ചീട്ടുകൂട്ടാരം ഉണ്ടാക്കിയിട്ട് മറിച്ചിടുന്ന പോലെ അങ്ങ് മറിഞ്ഞു പോയി റോഡില്.
എടാ അതിന്റെ സൈഡിൽ ആ മറ്റേ സ്റ്റീലിന്റെ ഇതുണ്ടല്ലോ കൈവരി, അത് ഇങ്ങനെ തന്നെ അങ്ങ് പോയി. ആ ഡ്രൈവർ സൈഡാ നിലത്ത് ഉരഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ പറഞ്ഞു അവിടുന്നായിരുന്നു. പറഞ്ഞല്ലേ. ഇതേ കാണുന്ന ഷെർവിൻ വില്യംസ് പെയിന്റ്സ് എന്ന് പറയുന്ന ആ ഒരു കമ്പനി ഉണ്ടോ, അങ്ങോട്ടുള്ള റോ മെറ്റീരിയലാണ് നമ്മൾ കൊണ്ടുവന്നത്. അമേരിക്കയിലെ വലിയ ഒരു പെയിന്റ് കമ്പനിയാണ്. അതെ, അമേരിക്കയിലെ ഒരു വലിയ പെയിന്റ് കമ്പനിയാണ്. വലിയ ബ്രാൻഡാ ഷെർവിൻ വില്യംസ് അല്ലേ. ഇത് അമേരിക്കയിലെ ബ്രാൻഡാണ്. അതിന് സാധാ പെയിന്റിനേക്കാൾ എനിക്ക് തോന്നുന്നു ഇച്ചിരി കുറച്ച് വില വ്യത്യാസമുണ്ട്, വില കൂടിയതാണ്. ഇവിടെയുണ്ട് നമ്മുടെ നെവാഡയിലെ ഫേണിലേക്ക് അടുത്ത് വലിയ ഫാക്ടറിയില്ലേ. ഇതിലൂടെ കയറണം സാറേ. കയറേണ്ടതാണ് അവിടുത്തെ വണ്ടി എടുത്തിട്ടിരിക്കുന്നത്. Turn right at the traffic light. ഇത്രയും വലിയ കമ്പനിക്ക് ഒരു നല്ല വെയർ ഹൗസ്. ട്രെയിൻ പോകുന്ന സ്ഥലത്തൂടെയാ നമ്മൾ പോകുന്നത്. ഇവിടെയാ നമ്മൾ നേരത്തെ കിടന്നതല്ലേ. ഒന്നുമില്ലല്ലോ, ഇവിടെ വരുന്ന ഈ കാറുകാരോട് റോഡ് സൈഡ് പാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ മതി. അങ്ങോട്ട് ആ സൈഡിലോട്ടൊക്കെ ഒരു ചന്തക്കകത്ത് ഇട്ടേക്കണ പോലെ കുറെ കാറുകൾ ഇതിൻ്റെ അകത്ത് കുറെ അവിടെ ഇവിടെ ഒക്കെ. ഇതാണോ ഡോക്ക്? അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും കിട്ടാൽ മതിയോ? ഡോറ് അവിടെ എത്തുമ്പോൾ തന്നാൽ മതി. അതോ അങ്ങോട്ട് മുന്നോട്ട് കയറ്റിയെടുത്ത് നോക്കാം. ആയിക്കോട്ടെ. എങ്ങനെ ഓർക്കണല്ലേ, ഒരു സാധനത്തിന്റെ ആവശ്യമില്ല. അപ്പൊ വേണ്ട, ഈ കാണുന്ന സ്പോട്ടിലേക്കാണ് നമുക്ക് ഇടേണ്ടത്. 2 ട്രക്കുകൾ ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ വേണ്ട, അങ്ങനെ നമ്മളും ബാക്കപ്പ് ഇട്ട് കിടക്കുവാണ്. ഇനിയിപ്പോ സാധനം ഇറക്കി കിട്ടിയാൽ മതി. അപ്പൊ നമ്മുടെ ഓഫ് ലോഡിങ് കഴിഞ്ഞു. പിക്കപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും വലിച്ചിട്ട് നമുക്ക് ഡോർ അടച്ചേക്കാം. ഇതിന്റെ ഇടയ്ക്ക് നിങ്ങളെ 2 ഫ്ലൈയിങ് ഒബ്ജക്റ്റ് ഞാൻ കാണിച്ചില്ലേ. ഇവിടെ 2 മിലിറ്ററിയുടെ ആസ്ഥാനമുണ്ട് കേട്ടോ. അവിടെ നിന്നല്ല ഈ 2 യുദ്ധവിമാനങ്ങളുടെ ടൈപ്പ് സാധനങ്ങളാണ് പറന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഷ്ടിച്ചൊരു ട്രക്ക് പോയാ പോയി. അതോടൊപ്പം തന്നെ അവനെ ഡോറും തുറന്നിട്ടേക്കുവാണല്ലോ. അതല്ല, ഇതില് ഈ മതിലും കറക്റ്റാ, ബാക്കും നമ്മൾ ഡോർ അടയ്ക്കണോ? ഡോറിനാണ് അവിടെ നിൽക്കുന്ന അവന് പാക്കറ്റിൽ എന്തോ വെള്ളം വെച്ച് ഇവിടെ ഇരിക്കാൻ നിൽക്കുക. അത്ര സമയം പോലെ. അതെ അതെ, കറക്റ്റ് ഈ മൂല. ഡോർ അടയ്ക്കാത്തതെന്നാ എനിക്ക് മനസ്സിലാകത്തില്ല. ആ ഡോറിൽ കൂടെ പൊക്കോളും. കറക്റ്റാ. നിങ്ങൾ നോക്കും, നമ്മൾ ഇങ്ങോട്ടേ വെക്കുള്ളൂ. ഡിസ്പാച്ച് സെന്റ് എന്നോ അതെ ചേട്ടാ. ഓക്കെ, കറക്റ്റാ. പുള്ളിക്കറിയാം, വലിയ കുരിശൊക്കെ ഉള്ളതാണ്. ഇതല്ല, പിന്നെ അപ്പുറം കിടന്നവനാണ്. ഇതിന്റെ അപ്പുറം ചാടിക്കിടത്തിയവനാണെന്ന്. അവിടെ നിന്ന് റീറൂട്ട് അല്ല, പിന്നെ ആ റൂട്ടിൽ കൂടെ തന്നെ ഇറങ്ങി കയറണം. ഈ റൂട്ടിൽ കൂടെ പറ്റിയല്ലേ, നമുക്ക് ഇതിലേ ഇറങ്ങി വിടുള്ളൂ. അതെ,
അങ്ങനെ എന്തായാലും നമ്മുടെ റിട്ടേൺ ലോഡ് കിട്ടി. ചീനോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് നമുക്ക് പിക്കപ്പ് ചെയ്യേണ്ടത്, ലോസ് ആഞ്ചലസിൻ്റെ അടുത്തുനിന്ന്. ഇവിടുന്ന് ഏകദേശം 160 കിലോമീറ്ററാണ് നമുക്കുള്ളത് കേട്ടോ. സാന്റിയാഗോ ബോർഡർ സിറ്റി ആയതുകൊണ്ട് ഇഷ്ടംപോലെ വെയർ ഹൗസുകളും ഫാക്ടറികളും എല്ലാം ഉണ്ട് കേട്ടോ. കാരണം ഈ മെക്സിക്കോയിൽ നിന്ന് റോ മെറ്റീരിയൽ വരുന്നതെല്ലാം ജസ്റ്റ് ബോർഡർ കടത്തി ഇങ്ങോട്ട് ഇട്ടിട്ട് ഇവിടുന്ന് പിന്നെ എല്ലാ ഡിസ്ട്രിബ്യൂഷൻ നടക്കുമല്ലോ. വെയിറ്റ് ഉള്ള ലോടെ കാല് കൊടുത്ത് വെയിറ്റ് ഉള്ള സൈഡിൽ വാക്ക് വിട്ട് ഉണക്കി നമ്മൾ തൂത്തും അങ്ങനെയൊക്കെ കൊണ്ടുപോകണം. വിന്റർ സീസൺ കഴിഞ്ഞ് നല്ല കാലിഫോർണിയ വരേണ്ട കറക്റ്റ് സമയം ഇതല്ലേ. നല്ല എല്ലായിടത്തും പച്ചപ്പും. ഇങ്ങോട്ട് ഇച്ചിരി ഉയർന്ന പ്രദേശമല്ലേ ഈ ചില മല, ഇച്ചിരി കൂടെ എന്താ പറയാ ഈ താഴെ ഭാഗത്ത് ഇച്ചിരി പച്ചപ്പുള്ള ഈ ഭാഗത്താ. മറ്റേ ലോസ് ആഞ്ചലസിലോട്ട് പോകുമ്പോഴാണെങ്കിൽ വരണ്ടിങ്. എന്നാലും ഈ ജനുവരി ഫെബ്രുവരി എന്ന് പറയുമ്പോൾ അന്നേരം പച്ചയായിട്ട് മറ്റേ ആ തേച്ചാപ്പിലുള്ള മുട്ടക്കുന്നൊക്കെ പച്ചയൊക്കെ നല്ല കീടിയില മറ്റേ ഉണ്ണിച്ചപ്പുല്ല് പോലത്തെ പുല്ലൊക്കെ ആയിട്ട് ഭയങ്കര രസമല്ലേ. ഒരു ചെറിയ മഴയുള്ള സമയത്താണ് ഒരു ഫോഗും കൂടെ കാണും നമ്മൾ ഊട്ടിയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും കാണുന്ന. സാന്റിയാഗോയുടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സാന്റിയാഗോ പട്ടണം ലോകത്തിലെ ഏറ്റവും നല്ല വൈറ്റമിൻ ഡി കിട്ടുന്ന സൂര്യപ്രകാശം കിട്ടുന്ന സാന്റിയാഗോയിലാന്നാ പറയപ്പെടുന്നത്. ആണോ? ഇവിടെയാണോ? അതുകൊണ്ട് ഇവിടുത്തെ ലാൻഡിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് സെലിബ്രിറ്റീസിന്റെ ഇടയില്. മുട്ടക്കൊന്ന് മേടിച്ചിട്ട് അത് വീണ്ടും വേറൊരു വിമാനമാണല്ലോ. ഇവിടെ രണ്ട് വലിയ മിലിറ്ററി ബേസ് ഉണ്ടെന്ന് തോന്നല്ലേ. കാരണം ഈ ചേട്ടാ നിങ്ങൾ ആകാശത്ത് ഒരു ഡ്രോൺ പോലത്തെ സാധനം പറക്കുന്നുണ്ടോ? പക്ഷെ അത് ഡ്രോൺ അല്ല, അത് ശരിക്കും ഏതാണ്ട് എയർക്രാഫ്റ്റ് ആട്ടോ. അകലെ നോക്കുമ്പോൾ നമുക്ക് ഡ്രോണാന്ന് തോന്നും. അത് അടുത്ത് ഞങ്ങൾ 2-3 പ്രാവശ്യം കണ്ടു. അതിന്റെ നടുക്ക് വേണ്ട ഒരു എയർക്രാഫ്റ്റ് ഉണ്ടത്. തിരക്കാവും. അതെ അതെ, കറക്റ്റ് സമയമായോണ്ട് എസ്കേപ്പ് ചെയ്ത് പോവാം. അല്ലെങ്കിൽ ഈ സാന്റിയാഗോ രാവിലെ ഡെലിവറി വരിക എന്ന് പറഞ്ഞാൽ പ്രാന്ത. നല്ല തിരക്കുള്ള സമയത്തായിരിക്കും. നമ്മൾ അതുപോലെ നേരത്തെ വന്നില്ലെങ്കിൽ അല്ലേ. അല്ലല്ലോ ഇപ്പൊ ഇവിടെ വന്നത് കാര്യമൊന്നും ഇല്ലായിരുന്നു. പോയിട്ട് പിന്നെ അത് അവരുടെ വണ്ടി മുഴുവൻ നിറഞ്ഞിട്ടേക്കുന്ന സംഭവമാണ്. അത് മാറ്റിയിട്ട് സംഭവം നടക്കുള്ളൂ. ഇപ്രാവശ്യത്തെ നമ്മുടെ പിക്കപ്പ് ചീനോയിൽ നിന്നായതുകൊണ്ട് നമ്മൾ മിക്കവാറും തിരിച്ചു പോകുന്നത് ലാസ് വെഗാസ് ഒക്കെ കൂടി ഇന്റർസ്റ്റേറ്റ് 80 എന്ന് പറയുന്ന റൂട്ടിലായിരിക്കും. കഴിഞ്ഞ ദിവസം അവിടെയൊക്കെ ഭയങ്കര സ്നോ ആയിരുന്നു. പക്ഷെ നാളെ കഴിഞ്ഞ് നമ്മളങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും വെതർ ഓക്കെ ആവാനാണ് സാധ്യത. മൈനസ് ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിലും സ്നോ ഇല്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും അവിടെയൊക്കെ റോഡെല്ലാം ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും എന്നാണ് നമ്മളെ പ്രതീക്ഷ. നല്ല ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലേ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പൊ ഏകദേശം എനിക്കൊന്ന് അങ്ങ് ലോസ് ആഞ്ചലസ് വരെ ഏകദേശം ഈ ഒരു സെറ്റ് കണക്ട് ചെയ്ത് ഇടയ്ക്കൊരു കുറച്ച് ഭാഗത്തേ ഉള്ളൂ. ബാക്കി ഏകദേശം ആ പച്ചപ്പ് മാറുന്ന പച്ചപ്പ് വരെ ഇവിടെ ഇവരുടെ ഇതായിട്ട് വരും. അങ്ങോട്ട് ചെല്ലുന്നതോറും ഇതങ്ങ് കുറഞ്ഞു വരുമല്ലോ. ഈ പച്ചപ്പങ്ങ് കുറഞ്ഞ് മരങ്ങളുടെ ഒക്കെ അതങ്ങ് കുറയും. പിന്നെ ഈ സാൻ ഫ്രാൻസിസ്കോയില് ഇരിക്കുന്ന ഈ നേഴ്സുമാർക്കൊക്കെ അങ്ങ് ശമ്പളം കൂടുതലുണ്ട്. പക്ഷെ അവിടെ ജീവിത ചെലവ് കൂടുതലായതുകൊണ്ട് കോസ്റ്റ് ഓഫ് ലിവിങ് സാൻ ഫ്രാൻസിസ്കോ കൂടുതലും തോന്നല്ലേ നമ്മുടെ ഈ എല്ലേനേക്കാളൊക്കെ. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ അല്ലേല് ശമ്പളം കുറവാ. പക്ഷെ എനിക്ക് തോന്നുന്നത് എക്സ്പെൻസ് കുറവാ. പക്ഷേ എന്ന് പറഞ്ഞാൽ നോർത്തിലാണ് നല്ല കുറച്ചുകൂടെ ഒക്കെ പ്രകൃതി രമണീയമായ താമസം. അപ്പൊ അവിടെ എനിക്ക് വീടിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വില കൂടുതൽ വരും. ക്വാളിറ്റി ഓഫ് ലിവിങ് ഇത് ഭയങ്കര സിറ്റി ആണല്ലോ അല്ലേ. ഇത് സിറ്റിയാണ്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു പച്ചപ്പൊന്നുമില്ല. മറ്റേ സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുമ്പോൾ വേറൊരു ആംബിയൻസ് ഉള്ള സ്ഥലമല്ലേ. മറ്റേ ട്രേസി ഒക്കെ ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണല്ലോ അതിനടുത്തുള്ള. സാറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 2-3 പേര് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിനൊക്കെ ഉത്തരം പറഞ്ഞാലോ? പറഞ്ഞേക്കാം. അപ്പൊ ടൈം ലൈൻ മലയാളം എന്ന് പറയുന്ന ഒരു ബ്രോ ചോദിച്ചേക്കണം. ബ്രോ ഒരു ഫസ്റ്റ് ടൈം ഇമിഗ്രന്റ് ഫാമിലിക്ക് കാനഡയിൽ വരുമ്പോൾ എടുക്കാൻ പറ്റിയ $10,000 വരുന്ന യൂസ്ഡ് ഓൾ വീൽ ഡ്രൈവ് 4 വീൽ ഡ്രൈവ് SUV ഏതായിരിക്കും നല്ലത്? CR-V, RAV4, സുബാരു ഇതല്ലാതെ മെയിൻ്റനൻസ് കുറവുള്ളതും അത്യാവശ്യം മൈലേജ് ഉള്ളതും
വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള കണ്ടന്റ് ഉണ്ടോ ഇത്? 10K അടി വരിക എന്ന് പറയുമ്പോൾ എന്തായാലും യൂസ്ഡ് കാറാ. ഈ RAV4ഉം CRVയും സുബാരും അല്ലാതെ ഓൾ വീൽ ഡ്രൈവും 4 വീൽ ഡ്രൈവും വരുന്ന നമുക്ക് ഏതാ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത്? പിന്നെ കാറേ ഉള്ളൂ. പിന്നെ കാറേ ഉള്ളൂ സത്യമായിട്ട് നമുക്ക്. അതായത് നമ്മുടെ ഹോണ്ടയുടെ അക്കോർഡും സിവിക്കും ഒക്കെ അല്ലേ? പിന്നെ കൊറോള അങ്ങനെയുള്ള നമ്മുടെ ക്യാമറി പോലെയുള്ള ഈ ഹോണ്ടയുടെ അത്യാവശ്യം അക്കോർഡ് എന്ന് പറയുന്ന വണ്ടി അടിപൊളി ഓൾ വീൽ ഡ്രൈവ് വണ്ടി. ഏകദേശം ഒരു 6000 രൂപ 7000 രൂപയ്ക്കൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം നല്ല ഡിമാൻഡ് അതിനൊക്കെ. അതുകൊണ്ട് തന്നെ അതിന്റെ റേറ്റ് ഒക്കെ ഇച്ചിരി മുകളിലേക്ക് കയറി പോയിട്ടുണ്ടെന്നാണ്. പക്ഷേ SUV-യുടെ ആ ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തായാലും CRV RAV4 അല്ലാതെ വേറെ ഏതാ നമുക്കങ്ങനെ യൂസ്ഡ് വണ്ടിയിൽ എടുക്കാൻ പറ്റുന്ന സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതൊന്നുമില്ല. അതെ, വേറെ ഇത് 10ന് താഴെ എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻസും ഒക്കെ കുറയ്ക്കാം. മറ്റ് ഇപ്പം ഹോണ്ടയുടെ ഇതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓക്കെ. പക്ഷെ മറ്റ് സംഭവം പല എൻ്റെ ഇപ്പോൾ ഒരു ഫ്രണ്ടൊക്കെ വാങ്ങിച്ചിട്ടാണെങ്കിലും അതിൻ്റെ ഓൾട്ടർനേറ്റർ ഇങ്ങനെ പല സാധനങ്ങൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഏതുകൊണ്ടിയാ അതെനിക്ക് അത് ഈ കിയാടെയോ അങ്ങനെയുള്ള അതെ നമുക്ക് ടയോട്ടയും ഹോണ്ട അല്ലാതെ എന്ത് യൂസ്ഡ് വണ്ടി വിശ്വസിക്കാൻ പറ്റും? ഒന്നും വിശ്വസിക്കാൻ പറ്റൂലെന്നാണ് പുള്ളി അവസാനം അത്രയും പൈസ കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി പുതിയ വണ്ടി എടുക്കുക ചെയ്തത്. കാരണം ഈ ഓരോ മാസം ഒരു $600-700 വെച്ച് പുള്ളി ഇങ്ങനെ ചെലവാക്കിക്കൊണ്ടിരിക്കുക. അതെ അതെ അതെ. അതല്ലാതെ വേറെ ഒന്നും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന ആൾ ഓടിക്കുന്ന ലോ കിലോമീറ്ററിൽ നല്ല ഇതിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുന്നത് അങ്ങനെ അറിയാമെങ്കിൽ മാത്രം. അങ്ങനെ ഉണ്ടെങ്കിലും അവർ 10 താഴെ കൊടുക്കില്ലല്ലോ. എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞാലും ഒരു അത്യാവശ്യം ഒരു 5-6 കിലോ വർഷത്തിന്റെ ഇടയിൽ ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു 10 രൂപ 16 രൂപ മറ്റേ ഷോപ്പിങ്ങിന് കിട്ടുമല്ലോ, റൈഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ 10 താഴെ വണ്ടി കിട്ടാൻ സാധ്യത കുറവാട്ടോ. പിന്നെ ഈ പറഞ്ഞൊക്കെയാണ് ഓപ്ഷൻസ്. പിന്നെ എനിക്ക് തോന്നുന്നു ബ്രോ തന്നെയാണ് നമ്മളോട് നേരത്തെ ചോദിച്ചേക്കുന്നത്. മാറ്റി ബ്രോയുടെ ഫാമിലി SUV മസ്ദ CX-9 അല്ലേ? എൻ്റെ CX-9 അല്ല, CX-5 ആട്ടോ. എന്തുകൊണ്ടാണ് മസ്ദ എടുത്തത്? ഹൈലാൻഡർ ഹൈബ്രിഡ് ഓപ്ഷനൊക്കെ എന്താ നോക്കാൻ? ട്രക്ക് വ്ളോഗിൻ്റെ കൂടെ അവിടെയുള്ള മലയാളികൾ ഉപയോഗിക്കുന്ന വണ്ടികളുടെ യൂസർ റിവ്യൂ കൂടെ ചെയ്താൽ നന്നായിരിക്കും. മൈസെൽഫ് ശ്രീജിത്ത്, ഐ ആം വ്യൂവിങ് യുവർ ചാനൽ ബാക്ക് ഫ്രം 2 years and our migration process is ongoing. അടിപൊളി. അപ്പോൾ ശ്രീജിത്ത് ബ്രോ, ഞങ്ങൾ മസ്ദ അടിപൊളിയാണ്. കോപ്പ് ക്യാമറ എടുത്ത് വരുമ്പോഴത്തേക്ക് പോവല്ലോ. കിട്ടി, കുറച്ച് കിട്ടി. എവിടുത്തെ ഗോട്രെയിനാണോ അല്ലേ? ഗോട്രെയിനല്ല, ഇത് കൂട്ടാ മറ്റേ ലോസ് ആഞ്ചലസ് ടു സാന്റിയാഗോ പോകുന്ന അങ്ങനത്തെ ലോങ്. ഞങ്ങളുടെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നത്. 2 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 2 ഓപ്ഷനും ഇല്ലായിരുന്നു. ഞങ്ങള് ശരിക്കും നമ്മുടെ ഹോണ്ടയുടെ CRV എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് പോയതാ. ടയോട്ടയുടെ അങ്ങോട്ട് പോയല്ല, അതിനൊക്കെ ഭയങ്കര വിലയായിരുന്നല്ലോ പുതിയത്. അപ്പൊ നമ്മള് ബ്രാംപ്ടണിലായിരുന്നപ്പോ CRVയുടെ നമ്മൾ വണ്ടി എടുക്കാൻ ഇങ്ങനെ പലതും തപ്പുമല്ലോ. എന്തായാലും ഹോണ്ട അല്ലെ ടയോട്ട എന്നുള്ളത് മനസ്സിൽ വെച്ച് ഞങ്ങൾ ഇങ്ങനെ ഷോറൂം കയറി ഇറങ്ങി കാര്യങ്ങളൊക്കെ നോക്കി CRV എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരുന്നു. അവസാനം വണ്ടി എടുക്കേണ്ട പേപ്പറൊക്കെ സൈൻ ചെയ്യേണ്ട ആ ഒരു സമയത്തേക്ക് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ സെയിൽസ് റെപ്രസെന്റേറ്റീവിന് ഭയങ്കര തിരക്കും. ഹോണ്ടയിലും ടയോട്ടയിലും ഭയങ്കര തിരക്കാണല്ലോ. അപ്പൊ അയാളെന്ത് പറഞ്ഞു, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരാമോ, നിങ്ങളൊന്ന് പോയിട്ട് വന്നു പറഞ്ഞു. അപ്പം മൊത്തത്തിൽ തന്നെ നമ്മളൊരു പുതിയൊരു കാർ മേടിക്കാൻ പോയത് നമ്മളൊരു വിലയില്ലാത്ത പോലെയൊക്കെ ഫീൽ ചെയ്യുക. നമ്മുടെ മനസ്സിൽ നമ്മൾ ഏകദേശം ആലോചിച്ച് ആദ്യം വന്നപ്പോഴേ ഞങ്ങളൊരു കാർ മേടിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചായിരുന്നു ഞങ്ങൾക്ക് ഒരു പുതിയ കാർ തന്നെ വേണമെന്ന്. കാരണം ഞങ്ങള് UK ഞങ്ങളൊരു പഴയ നിസാൻ മൈക്ര ഓടിച്ചുകൊണ്ടിരുന്നേ. അപ്പം നമ്മൾ എന്തായാലും ഇവിടെ വന്നിട്ട് ഒരു കാർ മേടിച്ചാൽ നമ്മൾ അതുമായിട്ട് അങ്ങ് യൂസ്ഡ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പുതിയ കാർ തന്നെ മേടിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇച്ചിരി വെയിറ്റ് ചെയ്ത് 1 വർഷം കഴിഞ്ഞ് അപ്പൊ അത്രയും കാത്തിരുന്ന് ഞങ്ങൾ എന്തായാലും വണ്ടി മേടിക്കാൻ പോയതാ. അവിടെ ചെല്ലുമ്പോഴാവും പോയിട്ട് പിന്നെ വന്നൊക്കെ നമ്മൾ ഓക്കെ, നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും വണ്ടി മേടിക്കണമല്ലോ. കാറിന്റെ ഷോറൂമിൽ നിന്നല്ലാതെ വേറെ എവിടെ കാർ മേടിക്കണേ. അപ്പൊ ഇറങ്ങുമ്പോ ഞങ്ങൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് നേരെ ഓപ്പോസിറ്റാ മസ്ദയുടെ ഷോറൂം. ഈ നമ്മുടെ ബ്രാൻഡനിൽ അങ്ങനെ കുറെ ഷോറൂമുകൾ അടുത്തടുത്തുണ്ടല്ലോ. അടുത്തടുത്തായിരിക്കും. അപ്പൊ ഞങ്ങൾ അങ്ങനെ അടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങള് വിചാരിച്ചു, എടി എന്നാ
അരമണിക്കൂർ വേണം നമ്മളെന്നാ ചെയ്യാനാ, എന്നാ പിന്നെ ചുമ്മാ അങ്ങോട്ടും കൂടെ കയറി അവിടുത്തെ കാറുകളും കൂടെ ഒന്ന് കണ്ടേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങള്. അപ്പൊ അവിടെ നിന്ന് ഒരു ശ്രീലങ്കക്കാരൻ, ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവ്, ഒരു അടിപൊളി മച്ചാൻ. അപ്പൊ പുള്ളി ഇങ്ങനെ നോക്കി നിൽക്കും ആരൊക്കെയാ ഹോണ്ടെന്ന് ഇറങ്ങി വരണേ. അപ്പൊ ഞങ്ങൾ ഇറങ്ങി പയ്യെ മസ്തയിലേക്ക് കയറി വീഴുന്ന അവൻ പുറത്തേക്ക് ഇറങ്ങുന്നത് ഹായ് ഹൗ ആർ യു മറ്റേതാ മറിച്ചാന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്വീകരണവും കാര്യങ്ങളും. എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു എന്നാ പേര്, ഞങ്ങൾ പറഞ്ഞു അല്ല ഞങ്ങൾ CRV അവിടെ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഒരു ജസ്റ്റ് അപ്പൊ ഇച്ചിരി ടൈം ഡിലേ ഉണ്ട്, അപ്പൊ നിങ്ങളുടെ കാറുകളും കൂടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേക്കാന്ന് ജസ്റ്റ് വന്നാന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല അങ്ങനെയൊക്കെ വാ, നമ്മുടെ വണ്ടികൾ കാണിക്കാമല്ലോ, എന്തായാലും ഞാനും ചുമ്മാ നിൽക്കുക കാണിക്കാന്നൊക്കെ പറഞ്ഞ് നമ്മള് കയറി ചെന്ന് വഴി ചായയൊക്കെ തന്നെ നമുക്ക് ഇരിക്കാനൊക്കെ സ്ഥലം തന്നു, ബ്രോഷറൊക്കെ കാണിച്ച് അവന്റെ അവിടുത്തെ ഒരു പെരുമാറ്റവും കാര്യങ്ങളും എല്ലാം കണ്ടു. അതോടൊപ്പം തന്നെ മസ്തയുടെ വണ്ടികളും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വണ്ടികൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഫീച്ചറുകളാണേലും നമുക്ക് CRVനേക്കാളും കുറച്ചുകൂടെ അടിപൊളിയായിട്ടൊക്കെ തോന്നി ആ സമയത്ത്. പിന്നെ പെയിന്റിന്റെ ക്വാളിറ്റി, എക്സ്റ്റീരിയറിന്റെ ക്വാളിറ്റി, ഇന്റീരിയറിന്റെ ക്വാളിറ്റി, കോമ്പണൻസിന്റെ ക്വാളിറ്റി, അങ്ങനെ ഭയങ്കരമായി. അതിനേക്കാളൊക്കെ ഉപരി ഇവരുടെ ആ ഒരു കസ്റ്റമർ കെയർ ഉണ്ടല്ലോ, നമ്മളൊന്നുമില്ലല്ലോ അവർ ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ ചെന്നിട്ട് നമ്മളോട് കാണിക്കുന്ന ഒരു മര്യാദ, അത് നമ്മളെ ഭയങ്കരമായിട്ട് തന്നെ ഇത് ചെയ്തു. അവൻ നമ്മളെ ഡീൽ ചെയ്ത രീതിയും ആ ഹോണ്ടയിലെ സെയിൽസ് റെപ്രസെന്റേറ്റീവ് നമ്മളോട് ഡീൽ ചെയ്ത രീതി, ഞങ്ങളെന്ത് ചെയ്തു, ഞങ്ങൾ രണ്ടും കളിപ്പിച്ച് തീരുമാനിച്ചു നമുക്കെന്നാ ഇത് തന്നെ എടുത്തേക്കാന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടാമത് അങ്ങോട്ട് പോയില്ല? രണ്ടാമത് ഞങ്ങൾ തിരിച്ചു ഹോട്ടലിലേക്ക് പോയില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ആയിരുന്നു, ഇവിടെ തന്നെ ബുക്ക് ചെയ്ത് ഇന്ന ദിവസം ഡെലിവറി എടുക്കാൻ വന്നേക്കാന്ന് പറഞ്ഞുകൊണ്ട് സാധനം സെറ്റ് ചെയ്ത് അടിപൊളി ഡെലിവറിയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത്. അപ്പൊ പലരും പല രീതിയിൽ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ, മസ്തയ്ക്ക് ആ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ട് മറ്റാ മറിച്ചാന്നൊക്കെ. അപ്പൊ ഈ പറയണല്ല യൂസ്ഡ് വണ്ടികളുടെ കാര്യം എക്സ്പീരിയൻസ് ഉള്ളവർ പറയുന്നതേ, കാരണം ഈ റെസ്റ്റ് ഉള്ളതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർ ഈ എടുക്കുന്ന വണ്ടികളുടെ അനുസരിച്ചിരിക്കുമല്ലോ. അപ്പൊ നമ്മൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, നമ്മൾ വണ്ടി നോക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ പുതിയതായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെതായ രീതി നോക്കിയും കണ്ടും സർവീസ് ഒക്കെ ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ട് നോക്കിയാൽ പോകുമല്ലോ എന്നുള്ളത്. ഇപ്പം വണ്ടി ഏകദേശം 2.5 ലക്ഷം കഴിഞ്ഞ് 3 ലക്ഷം ആവാൻ പോകണം, അടിപൊളിയായിട്ട് ഇപ്പോഴും ഓടുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ മസ്ത CX-5ലേക്ക് എത്തിയത്. അത് 2018. ദേവസ്യാത്തിന്റെ ഒക്കെ ഹൈലാൻഡർ അല്ലേ? ടയോട്ട ഹൈലാൻഡർ എടുത്ത കഥ അത് നിങ്ങൾ ഫസ്റ്റ് കാർ ഏതായിരുന്നു? ഫസ്റ്റ് എന്റെ മെട്രിക്സ് എന്ന് പറഞ്ഞ ടൊയോട്ടയുടെ ഒരു ചെറിയ കാറില്ലേ, മെട്രിക്സ്. അതിപ്പോ അങ്ങനെ പുതിയത് ഇറങ്ങുന്നില്ല. അന്ന് നല്ല കാറെന്ന് പറയത്തില്ല, ഒരു ഹാഫ് SUV ടൈപ്പിലാണ് അതിന്റെ സിറ്റി. ഒരു ചെറിയ കാറാണ് താനും, പക്ഷെ SUV ഹാച്ച് ബാക്ക് സെറ്റപ്പ്. അപ്പൊ അങ്ങനെ ആ ഒരു ഇതായിരുന്നു. അത് ഇതുപോലെ ഒരു പഴയതാ എടുത്തത്. അതെനിക്ക് തോന്നുന്നത് ഏകദേശം ഈ പറഞ്ഞ ഒരു 14 ആ ഒരു റേഞ്ചാ. 2011 ആ മോഡൽ. അന്നപ്പം വണ്ടിക്ക് അത്ര പിടിച്ചു പറയില്ല. അതങ്ങനെ ആൾക്കാരുടെ അടുത്ത് മേടിച്ചതല്ല, ഷോറൂമിൽ നിന്ന് മേടിച്ചു, സർട്ടിഫൈ ചെയ്ത്. അതായത് അന്ന് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ആദ്യം വണ്ടിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആദ്യം ഇവിടെ ട്രക്കാ ഓടിച്ചത്. ആദ്യം ട്രക്ക് ഓടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മള് ഇത് കഴിഞ്ഞ് അങ്ങോട്ടും പോകാനൊക്കെ വണ്ടി വേണമെന്ന്. ട്രക്ക് അല്ല, അതിനു മുമ്പ് എന്ന് പറയുമ്പോൾ നമ്മള് ഒന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന് നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മള് വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കടകളും കാര്യങ്ങളും എല്ലാം അടുത്തടുത്തുണ്ട്. ഈവൻ ക്ലിനിക്കിൽ പോലും നമ്മളൊരു ശകലം നടന്നാൽ മതി. അപ്പൊ വണ്ടി എടുക്കുന്നതിന്റെ സമയം ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിനിക്കിൽ ചെല്ലും. അപ്പൊ അങ്ങനെ ഒരു ലൊക്കേഷൻ ആയിരുന്നു അന്ന്. പിന്നെ നമ്മൾ ട്രക്ക് ഓടിക്കാൻ പോകുമ്പോൾ രാവിലെ ടാക്സി അല്ലെങ്കിൽ ഇപ്പോൾ കോ ഡ്രൈവർ ഉണ്ടെങ്കിൽ അവര് ചിലപ്പോൾ വരും. അപ്പൊ അതും അടുത്തായിരുന്നു. ഇതെല്ലാം അടുത്തായിരുന്നു. ബ്രാഹ്മണനിലുണ്ടായിരുന്നപ്പോ അതെല്ലാം അടുത്തായിരുന്നു. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് കുറച്ച് നാട്ടിൽ കുറച്ച് പൈസ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം നമ്മളൊന്ന് ഒതുക്കിയതിന് ശേഷം അപ്പൊ കാറ് അപ്പൊ അന്നിങ്ങനെ നോക്കുമ്പോ നമ്മളിങ്ങനെ നമുക്ക് അത്യാവശ്യം പൈസക്ക് ആ പൈസയ്ക്ക് അങ്ങ് ലോൺ ഇല്ലാതെ അങ്ങ് മേടിക്കാന്നായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പൊ നീ പറഞ്ഞ പോലെ തന്നെ 10 താഴെ എന്ന് പറഞ്ഞ വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പം പലരും പറഞ്ഞു, ഇപ്പം നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ വിന്ററിലൊക്കെ ആണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഇരട്ടി പൈസ പോകും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അങ്ങനെയാണ് നമ്മളൊരു ഷോറൂമിൽ ചെന്ന് സർട്ടിഫൈ ചെയ്ത് കാര്യങ്ങള്. അപ്പം ഈ മറ്റേ സാധാ വർക്ക്ഷോപ്പ് അല്ല, ടൊയോട്ടയുടെ തന്നെ ഷോറൂമിൽ തന്നെ. അപ്പം അവിടെ നിൽക്കുന്ന ഒരു പുള്ളിയെ വേറൊരു പുള്ളി വഴി പരിചയമുള്ള സെയിൽസ്, ഒരു ഗോവക്കാരനം കണ്ടായിരുന്നു ഈ സെയിൽസ് പേഴ്സൺ. അപ്പൊ പുള്ളി ഇങ്ങനെ കറക്റ്റ് ആയിട്ടുള്ളൊരു വണ്ടി വന്നിട്ടുണ്ട്, ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞു. അപ്പൊ അത് നോക്കുമ്പോ മെട്രിക്സ് നല്ലൊരു ഇതാണ്. അങ്ങനെ മെട്രിക്സ് കുറെ നാൾ ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പിള്ളേര് എണ്ണം കൂടിയപ്പോഴാണ് നമ്മൾ ഹൈലാൻഡറിലേക്ക്, കാരണം സീറ്റ് വെക്കണമല്ലോ. ഈ ബേബി സീറ്റിന്റെ പ്രശ്നം വരുമ്പം അത് നമ്മളിങ്ങനെ അവത്തെ നോക്കിയിട്ട് പറ്റിയല്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ ബാക്കി നടക്കുകയല്ല. അപ്പം എനിക്ക് തോന്നുന്നു അന്ന് 3 പേർക്കും സീറ്റ് വെക്കണം. 3 പേർക്കും സീറ്റ് പറയും, നിങ്ങൾക്കറിയില്ല സാധാരണ കാറെ പോലും പറ്റിയല്ല.
അങ്ങനെയാണ് ഹൈലാൻഡർ നോക്കാം. ഹൈലാൻഡർ നോക്കുന്ന പറഞ്ഞാൽ നമ്മൾ യൂസറാണ് പോയി നോക്കിയത്. യൂസർ നോക്കിയപ്പോൾ അന്നിങ്ങനെ യൂസറിന്റെ ഇത് ലോണിൽ തന്നെയാണ്. അപ്പം യൂസറിന്റെ അന്നത്തെ ഇതെന്ന് പറഞ്ഞാൽ യൂസറിന്റെ പ്രൈസ് നമ്മൾ എത്ര 5 വർഷം അങ്ങനെ ആ ലോൺ കാലാവധിയിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൂടെ നോക്കുമ്പോൾ അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ പുതിയൊരു ഈ പുതിയതിന്റെ ഇൻട്രസ്റ്റ് ഇവര് 0.9 അങ്ങനത്തെ സംഭവമായിട്ട് താത്തായിരുന്നു. അതായത് യൂസ്ഡ് വണ്ടി എടുക്കുന്നതിന്റെ ഇൻട്രസ്റ്റ് പുതിയ എടുക്കുന്നതിനേക്കാളും കൂടുതലായിരുന്നു. യൂസ്ഡ് വണ്ടിക്ക് 6.5 ഒക്കെ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ടൊയോട്ടയുടെ തന്നെ ഫൈനാൻസ് ഉണ്ട്. അവരാണ് 0.0 ഇത്രയും, അതായത് അവരുടെ ബാങ്കിന്റെ മറ്റേതെന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഏതാ ബാങ്കിന്റെ ആണല്ലോ ലോൺ എടുക്കുന്നത്. ഈ ടൊയോട്ടയുടെ കാർ ആണെങ്കിലും ലോൺ വേറെ ആയിരിക്കും. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ തന്നെ ഫൈനാൻസ്, ടൊയോട്ടക്കാരുടെ തന്നെ ഫൈനാൻസ്. എനിക്കൊന്ന് അത് അവര് സ്റ്റാർട്ടപ്പ് ചെയ്തപ്പോൾ ഇതിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ആയിരിക്കും ഒരു പക്ഷേ 0.1 എന്നുള്ളത് നമ്മൾ ആ കറക്റ്റ് സമയത്താണ് ചെന്നത്. അപ്പൊ എനിക്കൊന്ന് ആ സമയങ്ങളിൽ ആ ഷോറൂമിൽ നിന്ന് കാർ എടുത്തവരെല്ലാം ഈ യൂസിന് മേടിക്കാൻ പോയ പലരും ഈ പുതിയ വണ്ടി എടുത്തത്. കാരണം ടോട്ടല് നമ്മള് അടവ് വരുമ്പോൾ 6 വെച്ച് വരുന്നതും ഇതിന്റെ വെച്ച് നോക്കുമ്പോൾ ഇത് പുത്തൻ വണ്ടിയും മറ്റേത് പഴയ വണ്ടിയാണ്. പഴയ വണ്ടിക്ക് ഇൻട്രസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ നേരിയ വ്യത്യാസം. അപ്പൊ ഇത് പുതിയ വണ്ടി കിട്ടും, മറ്റേത് പഴയ വണ്ടിയാണ്. പഴയ വണ്ടിക്കാകുമ്പോൾ പണി വരാം, അങ്ങനെയല്ല പറഞ്ഞത്. അപ്പൊ പുതിയതാകുമ്പോൾ പിന്നെ ഒന്നും നോക്കണ്ട. പിന്നെ പലരും നോക്കുമ്പോൾ ഈ പുതിയ വണ്ടി എടുക്കുന്ന വെച്ചാൽ ഈ ഭാര്യമാരും കൂടെ ഓടിക്കുമ്പോൾ ഇപ്പൊ വഴിയിലൊക്കെ പോയി കിടക്കാന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരെ സംബന്ധിച്ചോളം ഫാമിലി ആയിട്ട് പോകുമ്പോഴേക്കും ഇരട്ടി ബുദ്ധിമുട്ടുണ്ട്. അതെ. അപ്പം നമ്മുടെ ഹൈലാൻഡർ എടുത്തിട്ട് എങ്ങനെയുണ്ട്? ഹാപ്പിയാണോ? ഹൈലാൻഡറിന് ഒരു കുഴപ്പമില്ല. ഇപ്പം എത്രയാ ഇപ്പൊ അത് 7 വർഷത്തെ ലോണാണ്. ഇപ്പൊ 5 വർഷമായി. ഒരു കുഴപ്പമില്ല, ഒന്നും ചെയ്യാറില്ല. നമ്മൾ വർഷത്തിലൊന്നും സർവീസ് ചെയ്യും, അത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഈ ഫാമിലി ആയിട്ട് വരുന്ന ഇമിഗ്രേഷനിൽ വരുമ്പോൾ നമ്മൾ ആദ്യം എല്ലാവരും ഒരു യൂസർ വണ്ടി എടുത്തിട്ട് 1.5-2 വർഷം കൊണ്ട് അത് കഴിഞ്ഞിട്ട് അത് പയ്യെ, അതായത് നമുക്ക് ഇവിടുത്തെ റോഡുമായിട്ട് പരിചയം, പിന്നെ സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് ഒരു പരിചയം, പിന്നെ അന്നേരം നമുക്ക് ഇച്ചിരി റഫായിട്ട് നമ്മളിപ്പോ നാട്ടിൽ ഇത് പറഞ്ഞ പോലെ ആദ്യമായിട്ട് വണ്ടി മേടിക്കുന്നവർ നോക്കുമ്പോൾ ഇച്ചിരി റഫായിട്ട് ഇച്ചിരി പോറിയാലും ഇച്ചിരി തട്ടിയാലും മുട്ടിയാലും ഒന്നും നമുക്കൊരു വിഷമമൊന്നും ഇതിന് തോന്നിയല്ല. അതുകൂടാതെ വരുമ്പോ നമ്മളൊരു സർവൈവൽ ജോബ് ഒക്കെ ആയിരിക്കുമല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഇപ്പൊ പ്രത്യേകിച്ച് പേയ്മെന്റുകളൊന്നും ഇല്ലാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി. അതുകൊണ്ട് നമ്മൾ ഈ ആദ്യത്തെ വിന്റർ എന്നൊക്കെ പറയുന്നത് നമുക്കറിയില്ല. അപ്പൊ ആദ്യത്തെ വിന്ററിലൊക്കെ പുത്തൻ വണ്ടിയൊക്കെ മേടിച്ചിട്ട് ചിലപ്പോൾ ചിലരൊക്കെ കൊണ്ടുപോയി ടോട്ടൽ ലോസ് ആക്കി കളയും. അപ്പൊ നമ്മുടെ ഇൻഷുറൻസ് കൂടും. അപ്പൊ അതിനകത്ത് ബുദ്ധിപരമായിട്ട് നോക്കുമ്പോൾ ഇതുപോലെ പറഞ്ഞാലും തട്ടിയാലും പ്രശ്നമില്ലാത്ത വണ്ടിയൊക്കെ നോക്കി. അതെ. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് സാധാരണ എങ്ങനെയാണ് 1-2 വർഷം കഴിയുമ്പോൾ തന്നെ പുതിയ വണ്ടി വരുന്നത് നമ്മൾ ഇവിടുത്തെ കളം പഠിക്കും. പിന്നെ നമ്മൾ പുതിയ വണ്ടി എടുക്കും. അപ്പൊ നമ്മുടെ ഇൻഷുറൻസിന്റെ ഇത് കുറയും, നമ്മള് എക്സ്പെൻസ് ഇതായി കഴിയുമ്പോൾ. അപ്പൊ ഇവിടെ ഒരു എന്താ പറയാ, നമ്മളാ വണ്ടിയുടെ ഇത് നാട്ടിലെ പോലെ അല്ലല്ലോ. നമുക്കൊരു ചിട്ടയായിട്ട് വന്നാലല്ലേ ഇൻഷുറൻസും പേയ്മെന്റും ഒക്കെ കുറഞ്ഞു കിട്ടും. ഇവിടെ ചിലപ്പോൾ നമ്മൾ വണ്ടി വാങ്ങിക്കുമ്പോൾ വണ്ടിയുടെ പേയ്മെന്റിനേക്കാളും കൂടുതൽ ചിലപ്പോൾ നമുക്ക് അളവ് ഇൻഷുറൻസ് ആയിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൂടെ കൊണ്ടുവരുന്ന വിശേഷങ്ങൾ. നമ്മൾ ഇപ്പോഴും ചീനോയ്ക്ക് ലോഡ് എടുക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. Take me on your magic river. Tell me all your dreams align. Sign me up and tell me about the people that you know who are trying to feel alive.